22 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് നീറ്റ് UG പ്രവേശന പരീക്ഷ വീണ്ടും എഴുതേണ്ടി വരുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും വല്ലാതെ ബുദ്ധിമുട്ടുന്നുവെന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ഷബീദ് റാവുത്തർ ചേരുകയാണ്. ഷബീദ്, കൂടുതൽ വിവരങ്ങൾ. യഥാർത്ഥത്തിൽ കുട്ടികളുടെ മാനസിക വിഷമം ഇത്തരം വൃത്തികേട് കാണിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. 22 ലക്ഷം ആളുകൾ വീണ്ടും പരീക്ഷ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അത് താങ്ങാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലാണ് നമ്മളെല്ലാവരും. ഉറപ്പായിട്ടും, കാരണം NDAയുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. മാത്രമല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അധ്യാപകരെ സംബന്ധിച്ചും അതേപോലെ രക്ഷകർത്താക്കളെ സംബന്ധിച്ചുമൊക്കെ വലിയ തരത്തിലുള്ള ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മളിപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെ ഏതാണ്ട് ഈ സെന്ററിൽ മാത്രം ഏതാണ്ട് 3000-ലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ക്ലാസ് മുറിയിലേക്ക് വീണ്ടും പരീക്ഷ പ്രിപ്പറേഷന് വേണ്ടി എത്തേണ്ട വിദ്യാർത്ഥികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. മാത്രമല്ല നമുക്കറിയാം, ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകൻ ഇവിടെ ഈ കുട്ടികൾക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ്. ഏതായാലും രാജ്യത്താകെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക ഏത് തരത്തിലേക്ക് പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ പലതുണ്ട്. CBI അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വരുന്ന അവരുടെ ഒരു മെന്റൽ സ്ട്രെസ് അടക്കമുള്ള കാര്യങ്ങളാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മക്കളെ പേരെന്താ? സുഗന്ധി. എത്ര മാസം പ്രിപ്പയർ ചെയ്തിട്ട് പരീക്ഷ എഴുതിയത്? +1 മുതലേ സ്റ്റാർട്ട് ചെയ്തതാണ്. എക്സാംസ് നല്ല ഈസിയാണ്. അപ്പം നല്ലൊരു സ്കോർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കയറി പോവാന്നൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല വിഷമമുണ്ട്. വലിയ വിഷമമാണ്. ഒന്നേന്ന് തുടങ്ങിയോ? വീണ്ടും പ്രിപ്പറേഷൻ തുടങ്ങി? ഇന്നലെ മുതലേ പഠിച്ചു തുടങ്ങി. ഇപ്പം ഇന്ന് മുതൽ ക്ലാസ്സിനും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരിക്കലും കൂടി എല്ലാം എക്സാംസ് ഇവിടെ ധാരാളം എക്സാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എക്സാം നല്ല ഈസി ആയിരുന്നു. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ ഇനിയും പ്രതീക്ഷിക്കാൻ തോന്നുന്നു. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ കുട്ടികൾ വീണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ടെൻഷൻ ഉണ്ടോ വീണ്ടും? ടെൻഷനുണ്ട്. കാരണം ആദ്യത്തെ പേപ്പർ ഈസി ആയിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് ടെൻഷൻ തന്നെയാണ്. എന്തായാലും അവർ ഈസി ആയിട്ട് ഇടത്തില്ല, നല്ല ടഫായിട്ടായിരിക്കും ഇടുന്നത്. കുറേ കാലത്തിന് പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് ഈ പരീക്ഷ എഴുതാൻ പോയത്. വലിയ സ്വപ്നങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് അറിയാത്തൊരു ആശങ്കയുണ്ടോ? അതെ, ഓഫ്കോഴ്സ് ഉണ്ട്. നല്ല ടെൻഷനുണ്ട് എങ്ങനെയാവും എന്നുള്ളത്. കാരണം ഓൾറെഡി നമ്മൾ നല്ലൊരു സ്കോർ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു ചാൻസ് പോയി. ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ നേരത്തെ കിട്ടിയ ചാൻസ് പോലും ഇനി കിട്ടിയെന്ന് വരത്തില്ല കുട്ടികൾക്ക്. ഫസ്റ്റ് എക്സാമിൽ മെഡിക്കൽ കോളേജ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കുട്ടികൾക്ക് ഇനി ഈ എക്സാമിൽ കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും. അതാണ് 2024 സമാനമായി ഒരു അലിഗേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചത് NDAയുടെ പരീക്ഷ നടത്തിപ്പിനെ കുറിച്ചാണ്. മക്കളെ ഇനി വീണ്ടും പരീക്ഷ എഴുതാൻ പോവാണ്. അത് ഇരട്ടി സ്ട്രെസ്സാണോ? നമ്മൾ ഒരു 2 years പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരു ഇതായിട്ടല്ലേ നമ്മൾ എക്സാം എഴുതാൻ പോയത്. അപ്പം ആ ഒരു 2 years പ്രിപ്പറേഷൻ നമ്മളൊരു ക്രാഷ് 1 month എടുത്ത് അതിന് നമ്മൾ ആ പ്രിപ്പറേഷൻ മൊത്തം ഒരു ടോപ്പ് ലെവലിൽ കൊണ്ടെത്തിച്ചാണ്. എന്നിട്ട് നമ്മൾ എക്സാം കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ കുറച്ച് ദിവസം റിലാക്സ് ആവും. നമ്മൾ ആ ഒരു നമ്മൾ എത്ര വർഷം പ്രിപ്പയർ ചെയ്യുന്നതെന്നല്ല നീറ്റിൻ്റെ കാര്യം. ആ ഒരു എക്സാം ഹാളിൽ നമുക്ക് എത്ര എക്വേഷൻസ് ഓർമ്മ വരുന്നു, നമുക്ക് അപ്പോൾ വരുന്ന ആ ഒരു ഇതാണ്. അപ്പം ഈവൻ നമ്മൾ എല്ലാവരും പറയും നീറ്റ് ഉച്ചയ്ക്ക് നടത്തുന്നതിന് വരെ രാവിലെ നടത്തിയാൽ തന്നെ ഒരുപാട് മാർക്കുകളിൽ റാങ്കുകളിൽ അത്രയും ചേഞ്ച് വരും. അപ്പം നമുക്ക് തോന്നുന്ന ആ ഒരു സ്പാർക്കാണ് എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അല്ല, ആ 2 വർഷം പ്രിപ്പയർ ചെയ്ത് അന്ന് ആ 3 മണിക്കൂർ നമുക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ ആ ഫുൾ ഇയറാണ് വേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഇത്രയും ദിവസം റിലാക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പം ആ ഒരു ഇതിലോട്ട് ഫുൾ പൊട്ടൻഷ്യലോട്ട് നമ്മൾ തിരിച്ചെത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതായത് ഈ വിദ്യാർത്ഥികൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അതായത് അവർ വീണ്ടും ഒന്നേ എന്ന രീതിയിൽ അവർക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇക്കാര്യത്തിൽ ഈ മാതാപിതാക്കളുടെ ഒരു ആശങ്ക എങ്ങനെ, വീട്ടിലൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അമ്മയ്ക്കും അച്ഛനൊക്കെ നല്ല വിഷമമുണ്ട്. കാരണം ഇനി ഒന്നേന്ന് ഈ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഏകദേശം നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒറ്റയടി നമ്മളെല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞ് മടക്കി വെച്ചത് വീണ്ടും തുടങ്ങുമ്പോൾ അങ്ങനെ വിഷമമുണ്ട്. അതാണ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ഇക്കാര്യം മാത്രമല്ല, രാജ്യത്ത് ഏതാണ്ട് 23 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതാണ്. ആ പരീക്ഷയ്ക്കൊടുവിലാണ് NDAയുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷ റദ്ദാക്കലും ഇനി എന്നാണ് ഈ പരീക്ഷാ നടത്തിപ്പെന്ന ആശങ്കയും വിദ്യാർത്ഥികൾക്ക് മുകളിൽ നിൽക്കുന്നത്. ഓക്കെ, ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 23 ലക്ഷം കുട്ടികൾക്ക് വേദനയായി ഈ പരീക്ഷാ പേപ്പർ ചോർച്ച മാറി. ആരായാലും അവർക്ക് ആജീവനാന്തം അകത്ത് കിടക്കാനുള്ള സാഹചര്യം ഒപ്പിക്കണം. ഇനി ഒരു മത്സര പരീക്ഷയ്ക്കും ഈ ഒരു ദുർഗതി വരരുത് എന്നുകൂടി അധികാരികൾ തീരുമാനിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.